കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട സംഘർഷം തടയുന്നതിൽ പോലീസിന് വീഴ്ചയെന്ന റിപ്പോർട്ട് അഡീഷണൽ SP റൂറൽ SPക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. നടപടി ശുപാർശ ചെയ്ത SP DIGക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, എന്തൊക്കെ വീഴ്ചകൾ പറ്റിയതാണ്? നമ്മൾ കണ്ടതാണ്, വലിയ കലാപങ്ങളും രാഷ്ട്രീയ ചേരിതിരിവും ഒക്കെ കണ്ടതാണ്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? ദിവിഷ്, കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ സംഘർഷത്തിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ, അവിടെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അഡീഷണൽ SPയോട് ഇത് അന്വേഷിക്കാൻ റൂറൽ SP നിർദ്ദേശിച്ചത്. അഡീഷണൽ SP റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ നടപടി കൂടി ശുപാർശ ചെയ്താണ് DIGക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതിൽ ഉടൻ തന്നെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അവിടെ ഈ അവിശ്വാസ പ്രമേയം നടക്കുകയായിരുന്നു. അങ്ങനെ കലാരാജു അവിടെ വന്നു. ആ ഘട്ടത്തിൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അത് കേസും എടുത്തു. ആ ഘട്ടത്തിൽ പോലീസാണ് ഇതിന് ഒത്താശ ചെയ്തതെന്ന ആക്ഷേപമാണ് അന്ന് ഉയർന്നിരുന്നത്. പോലീസ് അവിടെ സുഗമമായ രീതിയിൽ ഈ അവിശ്വാസ പ്രമേയ നടപടികൾക്ക് നടപ്പിലാക്കേണ്ടതിന് പകരം ഈ CPMന്റെ ശ്രമങ്ങൾക്ക് ഒത്താശ ചെയ്തു നിന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും ഇതിൽ ഒരു വിഭാഗം പോലീസുകാർക്ക് ഇത് നിയന്ത്രിക്കുന്നതിലും ഇത് കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ഈ കാര്യങ്ങൾ തടയുന്നതിലും വീഴ്ച പറ്റി എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇതാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ആ നടപടി വരും മണിക്കൂറുകളിൽ, വരും ദിവസം ഉണ്ടാകുമെന്നാണ് സൂചന. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.